ചിലർ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ലാ ഹാകിമിയ്യത ഇല്ലാ ലില്ലാഹ് എന്നാണ്. അള്ളാഹുവിനല്ലാതെ ഹാകിമിയ്യത്തില്ല, അള്ളാഹുവിനല്ലാതെ വിധി പറയാനുള്ള അവകാശമില്ല, അള്ളാഹുവിനല്ലാതെ നിയമനിർമ്മാണത്തിന് അവകാശമില്ല. ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ എന്ന് തീരുമാനിക്കാൻ, നിശ്ചയിക്കാൻ, ഹലാൽ ഹറാമുകൾ വിധിക്കാൻ അള്ളാഹുവിനല്ലാതെ അവകാശമില്ല. ആ പറഞ്ഞ അർത്ഥം ശരിയാണ്, പക്ഷെ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമല്ല. അതെ, ഹലാലും ഹറാമും ആർക്കു മാത്രമേ പറയാൻ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഹലാൽ ഹറാമുകൾ നിശ്ചയിക്കാൻ അധികാരമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്താ തെളിവ്? ഖുർആനിൽ ഒരു അധ്യായം തന്നെ തുടങ്ങിയത് അങ്ങനെയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? യാ അയ്യുഹൻ നബി ലിമ തുഹർറിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർദാത അസ്വാജിക്. അല്ലയോ നബിയെ, അള്ളാഹു താങ്കൾക്ക് ഹലാലാക്കിയ കാര്യം താങ്കൾ എന്തിനാണ് അങ്ങേക്ക് ഹറാമാക്കുന്നത്, നിഷിദ്ധമാക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ ഒരു കാര്യം ഹറാമാക്കാനോ ഹലാലാക്കാനോ അർഹതയില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ വിഷയം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥമല്ല. ഒരാൾ പറയാൻ എൻ്റെ ജീവിതത്തിൽ ഹലാലും ഹറാമും ഒക്കെ അള്ളാഹുവിനാണ് തീരുമാനിക്കാൻ അവകാശം എന്ന് ഒരാൾ അംഗീകരിക്കുകയും അതിനുശേഷം ഒരാൾ ഏതെങ്കിലും ഒരു ജാറത്തിലോ ഏതെങ്കിലും മഖ്ബറയിലോ പോയി ഏതെങ്കിലും ഒരു ഔലിയയോട് വിളിച്ചു തേടിയാൽ ഇസ്ലാമിന് പുറത്തു പോകും, അവൻ മുശ്രിക്കാകും. ഹാകിമിയ്യത്ത് എന്നത് അള്ളാഹു അല്ലാതെ വിധി പറയാൻ മറ്റൊരാൾക്കും അർഹതയില്ല എന്നത് തൗഹീദിന്റെ ഭാഗമാണ്. അത് റുബൂബിയ്യത്തിന്റെ ഭാഗവുമാണ്, ഉലൂഹിയത്തിന്റെ ഭാഗവുമാണ്, രണ്ടിന്റെയും ഭാഗമാണ്. റുബൂബിയ്യത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഹലാൽ ഹറാമുകൾ വിധിക്കാനുള്ള അർഹത, അത് റുബൂബിയ്യത്തിന്റെ ഭാഗമാണ്. കാരണം അവനാണ് എല്ലാത്തിനെയും പഠിച്ചത്. ഈ പഠിച്ച പ്രപഞ്ചത്തിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അർഹതയും അവകാശം ആർക്കാൻ? അള്ളാഹുവിനാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഈ അവകാശം അവന് വകവെച്ച് നൽകുക, അത് അംഗീകരിക്കുക എന്നത് ഉലൂഹിയത്തിന്റെ ഭാഗമാണ്. പക്ഷേ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥമായി പറയൽ അത് ദീനിൻ്റെ ക്രമത്തെ തന്നെ തകിടം മറിക്കുന്നതാണ്. എന്താ ഈ അർത്ഥം പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ? ഈ അർത്ഥം പറയുന്നവർ പൊതുവെ നോക്കൂ നിങ്ങൾ, അവർ അള്ളാഹു അവൻ്റെ നബിമാരെ പറഞ്ഞയച്ച ആദർശം ജനങ്ങളോട് പ്രബോധനം ചെയ്യുന്നതിൽ പിറകിലായിരിക്കും. പലപ്പോഴും അത് പ്രബോധനം ചെയ്യുന്നത് കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. നീ പറയാൻ ഔലിയാക്കന്മാരെ വിളിച്ചു തേടരുത്, ജാറങ്ങൾ കെട്ടിപ്പൊക്കരുത്, മക്ബറ ഉണ്ടാക്കരുത്, അള്ളാഹു അല്ലാത്തൊരു സഹായം തേടരുത് എന്ന് പറഞ്ഞാൽ അവർ ശാഖാപരം ശാഖാപരം. എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങളുടെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കുന്നത്? അവൻ്റെ കണ്ണിൽ ഏറ്റവും വലിയ വിഷയം അള്ളാഹ് ഹാക്കിമാണെന്ന് അംഗീകരിക്കണം. ഒരു കാലഘട്ടത്തിൽ ഈ വാദഗതി വല്ലാതെ പടർന്നു പിടിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞു, ഒരാൾക്ക് അനിസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുക എന്നത് സാധ്യമല്ല. ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്നവന് പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, എത്ര എത്ര നബിമാർ അപ്പോൾ പൂർണ്ണ മുസ്ലിം അല്ലാതെ മരിച്ചിട്ടുണ്ടായിരിക്കും. അവരൊക്കെ മരിച്ചത് ഇസ്ലാമിക ഭരണകൂടത്തിലാണോ? അല്ല. അതുകൊണ്ടാണ് ആ വാദം പറഞ്ഞു ചില ആളുകൾ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? ഇബ്രാഹിം നബിയെ കുറിച്ച്. വഇദ് ഇബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്ത്, പൂർത്തീകരിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഫഅതമ്മഹുന്ന, ഇബ്രാഹിം നബി അള്ളാഹു ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിച്ചു. ഫഅതമ്മഹുൻ, അദ്ദേഹം അത് പൂർത്തീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഭരണകൂടം ഉണ്ടാക്കിയില്ല എന്നതുകൊണ്ട് അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല എന്ന് പറയേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, ഇത് ഗുരുതരമായ അബദ്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞ ലാ ഹകിമിയ്യത ഇല്ലാ ലില്ലാഹ് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാലുള്ള പ്രശ്നമാണത്. സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഈ അർത്ഥം വളരെയധികം സ്ഥാപിക്കാൻ ശ്രമിച്ചയാളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് അദ്ദേഹം അർത്ഥമായി പറഞ്ഞു ലാ ഹകിമിയ്യത ഇല്ലാ ലില്ലാഹ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മസ്ജിദിൻ്റെ മെഹ്റാബുകളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജനങ്ങൾ കേൾക്കുന്നു, അവർക്കെങ്ങാനും അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായിരുന്നു എങ്കിൽ അവർ ആയുധങ്ങളും എടുത്ത് ആ ശബ്ദം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമായിരുന്നു. കാരണം എന്താ? ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തേട്ടമെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്.
നാട്ടിൽ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കാത്തിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പൂർത്തീകരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഭരണം സ്ഥാപിക്കാനല്ല, അള്ളാഹുവിന്റെ ഭരണം, എല്ലാ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭരണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനാണ് ഇത് ആളുകൾക്ക് കൊടുക്കുന്നതും എടുത്തു നീക്കുന്നതുമല്ല. ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നതല്ല ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം, അതല്ല. അത് ഇസ്ലാമിന്റെ വിധിവിലക്കുകളുടെ ഭാഗങ്ങളിൽ ഒന്നാണ്. ഇസ്ലാമിന്റെ ഭരണം ഒരു നാട്ടിലുണ്ട്, അൽഹംദുലില്ലാഹ് ഖൈർ, അത് ഏറ്റവും നല്ല നന്മകളിൽപ്പെട്ട. ഇസ്ലാമിലാണ് നീതിയുള്ളത്, ഇസ്ലാമിലാണ് എല്ലാ പരിപൂർണതയും ഉള്ളത്, ഇസ്ലാമിന്റെ ഭരണമാണ് നീതിയുള്ളത്. അതിന് പുറത്തുള്ളത് അനീതിയാണ്, സംശയമില്ല. പക്ഷേ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്ന് ഒരാൾ പറഞ്ഞാൽ തെറ്റാണ്. മാത്രമല്ല, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ പുറപ്പെട്ട ഖവാരിജുകൾ അവർ ഇതേ മുദ്രാവാക്യമാണ് മസ്ജിദുകളിൽ മുഴക്കിക്കൊണ്ടിരുന്നത്. അവർ പറഞ്ഞു, ലാ ഹാകിമ ഇല്ലല്ലാഹ്, ലാ ഹാകിമ ഇല്ലല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു ഖുതുബക്ക് ഏറിയാൽ ഇവർ വിളിക്കുമായിരുന്നതാണ്, യാ കാഫിർ ലാ ഹാകിമ ഇല്ലല്ലാഹ്, കാഫിറായവനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞിരുന്നത്. അല്ലാഹു അല്ലാതെ ഹാക്കിമില്ല. എന്തിന്റെ പേരിലാണ് ഇങ്ങനെ പറഞ്ഞത്? അലി ഇബ്നു അബി ത്വാലിബ് മുആവിയ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അത് പരിഹരിക്കാൻ അദ്ദേഹം മധ്യസ്ഥരെ സ്വീകരിച്ചു. മധ്യസ്ഥന്റെ തീരുമാനം സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹു എന്താണോ പറഞ്ഞത്, ആ ശരിയായ നിലപാട് എന്താണോ അത് തന്നെ സ്വീകരിക്കണം. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വധിക്കണം, അതാണ് അവരുടെ വാദം. അങ്ങനെ ഒരു അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പുറത്തിറങ്ങി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഈ ചിന്താഗതി വന്നെത്തിയാൽ പിന്നീട് അവൻ്റെ ദീനാകെ മാറി മറിയും. ദീൻ എന്നാൽ രാഷ്ട്രീയം. ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരാൾ, ഞാൻ ആദ്യം വിചാരിച്ചാൽ തമാശ പറഞ്ഞതാണ്, ഒരാൾ പറഞ്ഞു ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാണ്, രാഷ്ട്രീയമല്ലാതെ ഇസ്ലാമില്ല. സുബ്ഹാനല്ലാഹ്, ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമാണോ? അല്ല. ഇസ്ലാം എന്നാൽ ഒരിക്കലും രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം ഇസ്ലാമിൻ്റെ ഭാഗങ്ങളിൽ ഒന്ന് മാത്രമാണ്. മറ്റെല്ലാ വിഷയങ്ങളും ഉള്ളതുപോലെ നിസ്കാരം ഇസ്ലാമിൻ്റെ ഭാഗമാണ്, ഹജ്ജ് ഇസ്ലാമിൻ്റെ ഭാഗമാണ്, ഇതെല്ലാം ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്നതുപോലെ രാഷ്ട്രീയം ഇസ്ലാമിൻ്റെ ഭാഗം മാത്രമാണ്. ഇസ്ലാം എന്നാൽ രാഷ്ട്രീയമല്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇത്തരം ആളുകൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് ഒരാൾ യോജിച്ചാൽ അവൻ മുസ്ലിം അല്ലെങ്കിലും അവർ അത്തരക്കാരെ അമീറാണ്, നേതാവാണ്, ഇവനാണ് നമ്മുടെ ഇമാം എന്നൊക്കെ വിശേഷിപ്പിക്കും. ആൾ മുസ്ലിം അല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ രാഷ്ട്രീയ നിലപാടിനോട് യോജിച്ചു നിന്നാൽ അവനാണ് നമ്മുടെ നാട്ടിലെ നേതാവ്. നിങ്ങൾ പലപ്പോഴും കാണാറുണ്ടായിരിക്കും, ഒരാൾ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടും, അയാൾ ഇവിടുത്തെ എന്തെങ്കിലും ഭരണകൂടത്തിനെതിരെയോ എന്തെങ്കിലും സമീപനങ്ങൾ സ്വീകരിച്ചു, കണ്ടില്ലേ നേതാവാണ്. എന്നാൽ 5 നേരം നിസ്കരിക്കുകയും ഇബാദത്തുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ നിലപാടുകളിൽ അയാൾ ഇവരോട് എതിർത്ത് നിന്നാൽ ഇസ്ലാമിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കാത്തൊരു പോയത്തക്കാരൻ എന്നവൻ പറയും. ഇസ്ലാം എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥത്തിൽ വന്ന തെറ്റാണ് യഥാർത്ഥത്തിൽ അവരെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.